ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മിൽക്ക് കേക്കാണ്. വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു ബേസിക് സ്പഞ്ച് ഉണ്ടാക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ എടുത്തിട്ടുണ്ട്. ഇതിനെ അരിപ്പയിലിട്ട് 3 തവണ അരിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര അല്പമായി ചേർത്ത് അടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചേർന്ന് മുട്ടയൊക്കെ പതഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1-ാം നമ്പറിൽ സെറ്റ് ചെയ്ത് പതിയെ അടിക്കാം. ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പമായി ചേർത്ത് പതിയെ ഇളക്കി കൊടുക്കാം. ഇടയിൽ 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ 30 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സോഫ്റ്റ് സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. കൃത്യം 30 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടി. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാല്, 3/4 ടിൻ മിൽക്ക് മെയ്ഡ്, 1 കപ്പ് വിപ്പിംഗ് ക്രീം എന്നിവ ചേർത്ത് മിക്സാക്കി എടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് സ്പഞ്ച് വെച്ച് കൊടുക്കാം. അതൊരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ കുത്തി കൊടുക്കാം. മിൽക്കിൻ്റെ മിക്സ് നന്നായി അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് മിൽക്കിൻ്റെ മിക്സ് അല്പാൽപമായി ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ 1.5 കപ്പ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ശേഷം ഇതുപോലെ ലൈനിട്ട് ചെറിയും മുന്തിരിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. സ്ട്രോബെറി ഉണ്ടൽ അതാണ് കാണാൻ കൂടുതൽ ഭംഗി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.